UDF കേരളത്തിൽ 6 മാസത്തിനകം അധികാരത്തിലെത്തുമെന്ന ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിന് മുന്നോടിയായുള്ള ചുവടുവയ്പ്പാണെന്നും വേണുഗോപാൽ പറഞ്ഞു. കാരേറ്റ് RKV ഓഡിറ്റോറിയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. മോദിയെ CPM-ന് ഭയമാണെന്നും മോദി പറയുന്നത് നടപ്പാക്കുകയാണ് കേരളത്തിൽ പിണറായിയുടെ ജോലിയെന്നും വേണുഗോപാൽ ആരോപിച്ചു. പ്രസംഗിക്കും ഞങ്ങൾ ജനകീയ ആസൂത്രണമാണ്, അധികാര വികേന്ദ്രീകരണമാണ്. ഇതൊക്കെ പ്രസംഗിക്കുന്ന പാർട്ടി സഖാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു, 9.5 കൊല്ലമായിട്ട് പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്താനാണോ പഞ്ചായത്തുകളെ ദുർബലപ്പെടുത്താനാണോ പിണറായി വിജയൻ നടത്തിയതെന്ന ഡിബേറ്റ് നിങ്ങൾ തയ്യാറാവണം. ദുർബലപ്പെടുത്താനാണ്. കിട്ടിയ അധികാരം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് കൂടുതൽ ആശ്വാസം എത്തിക്കുന്നതിന് പകരം അതാണ് ചെയ്തത്. അവരിപ്പം മേനി അടിക്കുന്നുണ്ട്, ഞങ്ങൾ പെൻഷൻ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 400 രൂപ കൂട്ടിയതാണ് വലിയ പെൻഷനായിട്ട് അവർ പറയുന്നത്. 5 കൊല്ലം മുമ്പ് പറഞ്ഞു 2500 ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആക്കിയിട്ടില്ല. അത് ഇപ്പോഴും ആക്കിയിട്ടില്ല. ഞാനിപ്പോൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ നാടിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കാനും നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അടുത്ത് വരാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാന്ദിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ UDF-കാർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടി പറഞ്ഞത്, പ്രകടന പത്രികയിൽ പറഞ്ഞത്, നമ്മൾ കൊടുത്ത അധികാരം തിരിച്ചു പിടിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിച്ച് പഞ്ചായത്തുകളെ കൂടുതൽ ശാക്തീകരിച്ച്, എങ്ങനെ ശാക്തീകരിക്കാൻ പറ്റും? ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടും ലഭ്യമാകേണ്ട ഗ്രാൻറ്റും അത് കേവലം ഔദാര്യമല്ല, അത് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമായിട്ട് പ്രഖ്യാപിക്കും എന്നാണ് UDF പ്രകടനപത്രിക പറഞ്ഞിരിക്കുന്നത്. സർക്കാർ വിചാരിച്ചാലും അത് വെട്ടിയെടുക്കാൻ പറ്റും. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം, അവർക്ക് അവസരം ഉണ്ടാവണം, അവർക്ക് പ്രാതിനിധ്യം ഉണ്ടാവണം. അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ പറ്റിയില്ല, അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ പിന്നീട് വന്ന നരസിംഹറാവു ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ആദ്യം 33% പക്ഷെ പിന്നീട് 50% കേരളത്തിൽ നടപ്പിലാക്കിയത് UDF അധികാരത്തിരിക്കുമ്പോഴാണ് നടപ്പിലാക്കിയത്. ഇപ്പോൾ പല ജനറൽ സീറ്റുകളിലും സ്ത്രീകളെ അവിടുത്തെ ആളുകൾ തന്നെ നിർബന്ധിച്ച് നിർത്തുകയാണ്. അപ്പോൾ 50 അല്ല 55% വന്നിരിക്കുകയാണ്. ഇത് വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഇന്ന് പിന്നോക്കം നിൽക്കേണ്ടവരല്ല. യോഗത്തിൽ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ വേണുഗോപാൽ ഷാൾ അണിയിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ കിളിമാനൂർ ഡിവിഷനിലെ ദീപ അനിൽ, വെഞ്ഞാറമൂട് ഡിവിഷനിലെ വെമ്പായം അനിൽകുമാർ, കല്ലറ ഡിവിഷനിലെ സുധീർ ഷാ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. അടൂർ പ്രകാശ് MP, N ശക്തൻ, ആനാട് ജയൻ, രമണി P നായർ, അഹമ്മദ് കബീർ തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു.